ഇന്നത്തെ എപ്പിസോഡിനെ അപേക്ഷിച്ച് നാളെ ശരിക്കും ഷോ കുറച്ചുകൂടി ഓൺ ആകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജഡ്ജസിനോട് പോലും ഏറ്റുമുട്ടാൻ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാൻ വന്ന മത്സരാർത്ഥികൾക്ക് ഒരു ഭയവുമില്ല. കാരണം എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് എങ്ങനെയും ഈ ഷോയിൽ ഒരു ഇടം കണ്ടെത്തണം. അവരുടെ ബെസ്റ്റ് പെർഫോം ചെയ്യണം. സോ അതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. ഈ ആദ്യം പുറത്തായി പോയ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായ 20 പേര്. ആ 20 പേർക്ക് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. സോ അവരത് തീർച്ചയായിട്ടും മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം ഇനി ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാവില്ല. സോ അതുകൊണ്ട് തന്നെ ജഡ്ജസിനോടാണെങ്കിൽ ജഡ്ജസിനോട് ഏറ്റുമുട്ടാൻ അവർ റെഡിയാണ്. അഖിൽ മാരാറുമായിട്ടൊരു പെൺകുട്ടി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നെ പ്രൊമോ ആയതുകൊണ്ട് ഒരു പ്രോമിസായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ബാക്കി നമുക്ക് നാളെ എപ്പിസോഡ് കണ്ടിട്ട് തീരുമാനിക്കാം. രഞ്ജിനി ഹരിദാസുമായിട്ടും മറ്റൊരു പെൺകുട്ടി വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കാണാം. രഞ്ജിനിയും തിരിച്ച് വയലൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിപരീക്ഷയിൽ വന്നിരിക്കുന്ന സാധാരണക്കാർ തീർച്ചയായിട്ടും എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ജഡ്ജസിനെ ആണെങ്കിൽ അതിനെയും നേരിടാൻ അവർ തയ്യാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്.